പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിന്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിന്റെ അപ്പുറം ദൈവത്തിന്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവര്, കലഹങ്ങളുള്ളവര്, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവര്, രോഗികള്, പീഡിതര്, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര്, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവര്, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവര്, ബയോപ്സി കൊടുത്തിരിക്കുന്നവര്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ ജോലികള്, വീടുകള്, വിൽക്കാത്ത സ്ഥലങ്ങള്, നഷ്ടപ്പെട്ട ജോലികള്, ക്യാൻസലായ വിസകള് എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിന്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പം കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമവെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിൽ കൊണ്ടിരിക്കും, ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പം ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 13 പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ആസ്തിയുമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷെ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയുമില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസിസ്റ്റന്റും ഇല്ല. അപ്പം ആവശ്യത്തിന് കല്യാണം, മരണം, ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമുക്ക് വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ആ ദൈവം ആ സമയത്ത്
ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്, ഞാനൊരു ദിവസം പള്ളിയെ വാതിക്ക് ഒരു സന്ധ്യക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട്, എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ ചെന്ന് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് സ്ഥലം പള്ളി, പാടക്കൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല്ല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ, അല്ലാതെ ഫ്രിഡ്ജാ ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തവർക്ക്, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സിലൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു, പടം ഫോട്ടോ ഇത് പാടായിരുന്നു, അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ. ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലത് ഭാഗത്ത് നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയും ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷെ അതിനൊരിക്കലും ജപമാലയെ കുടുംബപ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബപ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലേണ്ടതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മദർ ഫസ്കയിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതത്തോടെ കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിൽ നിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പം അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവക. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി, മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ പള്ളി മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ പെയ്യണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് ആ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയിൽ ചെയ്യണം. ആ മഴയത്ത് മുഴുവനും മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറൊരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും.
കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി, ഈ 1000 മണിയുടെ ജപമാല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും, അതുവരെ നീ എൻ്റെ വലതു ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ജോസഫ്, ഞാൻ പള്ളിപ്പുറം മുനമ്പത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 2020 എനിക്ക് മാതാവും ദിവ്യകുമാരനും നൽകിയ ഒരു സൗഖ്യത്തിന് സാക്ഷ്യം നൽകാനായാണ് ഞാൻ വന്നിരിക്കുന്നത്. 2020 എൻ്റെ പപ്പയ്ക്ക് കോവിഡ് ബാധിക്കുകയുണ്ടായി. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കോവിഡ് പാൻഡമിക്കിൽ ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒക്ടോബർ 29 പപ്പയ്ക്ക് പനിയും തലവേദനയൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. പപ്പ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് വെച്ചത്. അമ്മ മരിച്ചു പോയി. അപ്പോൾ പപ്പ ഒറ്റയ്ക്കാണ് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ 29 രാത്രി ആയപ്പോഴേക്കും പനി കൂടി. 30 ആയപ്പോഴേക്കും ഞാൻ പപ്പനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവർ പപ്പ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പപ്പയുടെ അടുത്തേക്ക് പോയതുകൊണ്ടും ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ടും ഉടമ്പടിയിലെ കാശ് രൂപവും തൈലവും ബുക്കും എല്ലാം ഞാൻ എൻ്റെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുൻപ് ഈ തൈലം എടുത്ത് പപ്പയുടെ നെറ്റിയിൽ കുരിശ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, പപ്പ ഒട്ടും പേടിക്കണ്ട, മാതാവ് പപ്പനെ കാത്തുകൊള്ളും. ഒട്ടേറെ ഭയങ്കര പേടിയോടെയാണ് ഞാനത് പപ്പയ്ക്ക് ധൈര്യം കൊടുത്ത് പറഞ്ഞതെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം പപ്പ ഒന്നാമത്തെ ഡയബറ്റിക് പേഷ്യൻ്റാണ്, പിന്നെ ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കോവിഡ് വന്നാൽ എന്തായിരിക്കുമെന്ന് പല ന്യൂസുകളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴും പപ്പ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പപ്പയുടെ നില വഷളായിക്കൊണ്ടിരുന്നു. ഓക്സിജൻ ലെവലൊക്കെ താഴെയായി. പതുക്കെ വെൻറ്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കേട്ടിരുന്നില്ല. ഓരോ ദിവസവും ഞാൻ ആ സമയം നോക്കിയിരിക്കും ഡോക്ടേഴ്സിനെ വിളിക്കാൻ. പക്ഷേ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു ന്യൂസ് പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പ്ലാസ്മ തെറാപ്പി ചെയ്തു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം വളരെ ക്രിറ്റിക്കലാണ്, സിറ്റുവേഷൻ ക്രിറ്റിക്കലാണ്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കോൾ വരുമ്പോൾ എനിക്ക് പേടിയായി, കോൾ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫോൺ തരാറില്ല, കാരണം അത് കേട്ട് നമ്മളൊന്നും കൂടി നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവിടെ നിന്ന് കിട്ടിയിരുന്ന വാർത്തകളൊക്കെ. അങ്ങനെ ഒരു ദിവസം ആരാധനയിലിരിക്കണ നേരത്ത് ഡോക്ടർ വിളിച്ച് പറഞ്ഞു, പപ്പേനെ ഇങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ ഏത് സമയത്തും ആ മാറ്റുന്ന നേരത്ത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങളധികം പ്രതീക്ഷയൊന്നും വെക്കണ്ട. പക്ഷെ ഞാൻ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. വീട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നു അധികം പ്രതീക്ഷ വേണ്ട, വീട്ടിൽ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥന കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്ലാസ്മ തെറാപ്പി ചെയ്യുന്ന നേരത്തെ ഞാനും ഐസൊലേഷനിലായിരുന്നു. പപ്പനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയ നേരത്തെ ഞാനാണ് പപ്പനെ കൊണ്ടുപോയത് കൊണ്ട് 14 ദിവസം ഞാൻ ഐസൊലേഷനായി.
ഇപ്പോൾ ഫസ്റ്റ് പ്ലാസ്മ തെറാപ്പി പറഞ്ഞ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ പപ്പേനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഈ തൈലം ഇട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടും പപ്പയ്ക്ക് ഒട്ടും ഓക്സിജൻ ലെവൽ 40 നിന്നിരുന്നേച്ചത്, ഒട്ടും കൂടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പോയിരുന്നേച്ചു. 14 ദിവസം പപ്പ വെന്റിലേറ്ററിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി പറഞ്ഞു. ഈ പ്ലാസ്മ തെറാപ്പി പറഞ്ഞ നേരത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് ഈ തൈലം ഒന്നും ഇവിടെ എത്തിച്ച് അതുമേലെ ഒരു കുരിശിട്ട് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഇതെൻ്റെ ഒരു വിശ്വാസമാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്ലാസ്മ അടങ്ങിയ ബോക്സ് തന്നിട്ട് കുറച്ച് നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെനിക്കൊരു വിലപ്പെട്ട സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ കുരിശ് തൈലത്തിൽ എൻ്റെ വിരൽ മുക്കി കുരിശിട്ട് ഈ ബോക്സ് വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പപ്പനെ എനിക്കൊന്ന് തിരിച്ച് കാരണം എനിക്ക് അമ്മയില്ല, എനിക്ക് സഹോദരങ്ങളില്ല, അപ്പം എൻ്റെ എന്ന് പറയാനായിട്ട് എനിക്ക് പപ്പനെ ഒന്ന് ഇരുത്തിയെങ്കിലും തന്നേക്കണം, ഞാൻ നോക്കിയെടുത്തോളാം മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പ്ലാസ്മ പപ്പയ്ക്ക് ചെയ്തു. അത് 2 ദിവസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു കോവിഡ് നെഗറ്റീവായി, പക്ഷെ നമുക്ക് ഇവിടെ ആ ഹോസ്പിറ്റൽ കോവിഡിൻ്റെ മാത്രം ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് അവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, പക്ഷേ അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് പപ്പേനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ കോവിഡ് പേഷ്യൻസിനെ മാത്രം നോക്കിയിരുന്ന ഹോസ്പിറ്റലിൽ രാത്രി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പറയാണ് കോവിഡ് മാറി നെഗറ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യണ ആദ്യത്തെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ആ ഹോസ്പിറ്റലിൽ അന്ന് എൻ്റെ പപ്പ. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് പപ്പേനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും എന്ന് വെച്ചാൽ 75 ml ലിക്വിഡ് ഫുഡ് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് പപ്പയ്ക്ക് പുറത്തേക്ക് നിൽക്കാനേ പറ്റില്ല. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല, കാരണം കോവിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ടും സിറ്റുവേഷൻ വളരെ പാൻഡമിക് ആയതുകൊണ്ടും ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. അങ്ങനെ പപ്പേനെ ഫുള്ള് എല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. ആദ്യം പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവർ പിന്നെ ഈ നെഗറ്റീവ് ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് മനസ്സിന് ധൈര്യപ്പെടുത്തുക, എന്ത് സാഹചര്യം വന്നാലും നേരിടാനുള്ളൊരു കരുത്തിനൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നായി. പക്ഷെ ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പപ്പനോട് ഞാൻ പറഞ്ഞു വിട്ടതും അത് തന്നെയാണ്, പപ്പ ഒരു കുഴപ്പമുണ്ടാവില്ല, പപ്പ തിരിച്ചു വരും, ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് കുരിശിട്ട് കൊടുത്തിരുന്നതും. ഈ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി ചെയ്തതിന് ശേഷം പപ്പയ്ക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. എന്നാലും നേഴ്സുമാരും എല്ലാവരും എന്നോട് പറഞ്ഞു പപ്പയ്ക്ക് ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല, ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് 2nd ഫ്ലോറിലാണ് പപ്പ താമസിക്കുന്നത്. പപ്പയുടെ ഈ സിലിണ്ടറുമായിട്ട് നമ്മൾ പപ്പേനെ മുകളിൽ എത്തിക്കാന്ന് വെച്ചാൽ അതും വലിയ റിസ്ക് തന്നെ. പക്ഷേ ആ ഒരാഴ്ച ഇതുപോലെ തന്നെ ഈ എല്ലാ ദിവസവും രാവിലെ ഞാൻ തൈലം ഇട്ട് കുരിശ് വരയ്ക്കുകയും പപ്പയുടെ ഫുഡിൽ കുറച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പതിയെ പപ്പ ഫുഡ് ലിക്വിഡിനുള്ളത് സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഒരു 3 മാസത്തിനുള്ളിൽ പപ്പ ആൾ ഓക്കെ ആയി. ഇപ്പോൾ പപ്പ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഫുഡെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോകും. വലിയ സന്തോഷം. ഇത്രയും വലിയ സൗകര്യവും അനുഗ്രഹവും തന്ന കൃപാസന മാതാവിനും ദിവ്യകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തെങ്കിലും 5 കാര്യങ്ങളും എനിക്ക് സാധിച്ചു. ഒരു കാര്യം സമയത്തെ നിയന്ത്രിക്കുന്ന മാതാവ് എനിക്ക് നടത്തിത്തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നന്ദി. എൻ്റെ പേര് മേരി ഇസബൽ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. കൃപാസന അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത്. 7 വർഷത്തിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് എൻ്റെ അമ്മ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ എണ്ണമില്ലാത്ത
അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്ത് ഞാൻ എവിടെ ചെന്ന് നിന്നാലും ഞാൻ പറയും, അമ്മ മാതാവില്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഈ ലോകത്ത് ഞാൻ ആരോടും എനിക്ക് പറയാൻ സാധിക്കുമെന്ന്. അത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അമ്മ മാതാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഇന്നിപ്പോൾ സ്കൂളിൽ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ 2 മക്കളെ എനിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ 2 മക്കളും ഏകദേശം ഒരാൾ പ്ലേ സ്കൂളിലും ഒരാൾ സ്കൂളിലും പോകാറായ സമയമായി. ആ സമയം എല്ലാവരും എന്നോട് ചോദിക്കും, നിനക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഇല്ലേ, ഇനി നിനക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലിക്ക് അപേക്ഷിച്ചുകൂടാ? അപ്പോഴും ഞാൻ പറയും, സമയമാകുമ്പോൾ എല്ലാം അമ്മ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തരും. അങ്ങനെ ഇരിക്കെ ഈ വർഷം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു പെർമനൻറ്റ് വേക്കൻസി, അതായത് LP-യിലും UP-യിലും ഒരു പെർമനൻറ്റ് വേക്കൻസി വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്കും അപേക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ അപേക്ഷിക്കാൻ പോയി. ആദ്യം ഞാൻ ഞങ്ങളുടെ അച്ഛനെ കണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രയാസങ്ങളും ക്ലേശങ്ങളും എല്ലാം ഞാൻ തുറന്ന് ഞങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ സബ്ജക്റ്റ് എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ B.Ed TTC സെറ്റ് ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷെ അച്ഛൻ എടുത്ത വായിക്കും പറഞ്ഞു, അയ്യോ ഇത്തവണ നമ്മൾക്കിതിൽ വേക്കൻസി ഇല്ലല്ലോ എന്ന്. അങ്ങനെ അതും കേട്ട് ഞങ്ങൾ തിരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അന്ന് എനിക്ക് TTC ഉള്ളതുകൊണ്ട് LP-യിൽ 1 വേക്കൻസിയും UP-യിൽ